അല്ല, അതല്ല ഒന്നാമത് ഇപ്പം ഈ ആളുകളെല്ലാം കൂടെ കയറി വലിയ ബഹളമാണ്. അതിന് ചില ക്രമീകരണങ്ങൾ വേണ്ടി വരും. അത് അതിൻ്റെതായ വഴിക്ക് പോട്ടെ, അത് ഈടിയതായ വഴിക്ക് മുന്നോട്ട് പോട്ടെ. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട്. ഈ കേരളം ഒട്ടാകെ നമ്മൾ ഇന്നിപ്പോൾ പോലീസും ആഭ്യന്തര വകുപ്പ് നടത്തുന്ന ഈ ഓപ്പറേഷൻ തുഫാൻ വലിയ നല്ല നിലയിലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. കേരളം ഒട്ടാകെ അതിശക്തമായ നടപടിയാണ് ആഭ്യന്തര പോലീസും എക്സൈസും വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റും ആരോഗ്യ ഡിപ്പാർട്ട്മെന്റും ചേർന്ന് നടത്തുന്നത്. അപ്പോൾ അതിന് നിങ്ങളുടെ പൂർണ്ണ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇന്ന് വ്യാപകമായ തോതിൽ കേരള പോലീസ് ഈ മയക്കുമരുന്ന് വേട്ട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വേട്ടയിൽ ജനങ്ങൾ സംതൃപ്തരാണ്. വ്യാപകമായ തോതിൽ എവിടെയെല്ലാം ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും മയക്കുമരുന്നും ഉണ്ടോ അതിനെയെല്ലാം പിടിച്ചെടുക്കാനും അതിന്റെ സോഴ്സ് കണ്ടെത്താനും ഉള്ള നടപടിയാണ്. ഇതിന്റെ ഉറവിടം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഉറവിടത്തിലേക്ക് എത്താനുള്ള നീക്കമാണിപ്പോൾ കേരള പോലീസ് നടത്തുന്നത്. അതിന് എല്ലാവരുടെയും സഹായം, ജനങ്ങളുടെ സഹായം പ്രത്യേകിച്ച് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇത് നമ്മുടെ നാടിന് വേണ്ടിയാണ്, ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ്. ഈ മയക്കുമരുന്നിന് അടിമകളാക്കി യുവത്വത്തെ നശിപ്പിക്കുന്ന ഈ മരണത്തിന്റെ വ്യാപാരികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ കേരള പോലീസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സഹായം ഈ കാര്യത്തിൽ ഉണ്ടാകണം. ഞങ്ങൾ നമ്പറുകൾ നൽകിയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും വിവരങ്ങൾ കിട്ടിയാൽ അത് അറിയിക്കാനുള്ള സംവിധാനമുണ്ട്. അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന കാര്യമില്ല. അതുകൊണ്ട് എല്ലാവരുടെയും സഹായം ഉണ്ടാകണം. ഏത് രംഗത്താണെങ്കിലും, സിനിമാ രംഗത്താണെങ്കിലും പൊതുരംഗത്താണെങ്കിലും ഏത് രംഗത്താണെങ്കിലും ഈ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും മുഖം നോക്കാതെയുള്ള നടപടി ഉണ്ടാകും. അല്ല, അതല്ല ഒന്നാമത് ഇപ്പം ഈ ആളുകളെല്ലാം കൂടെ കയറി വലിയ ബഹളമാണ്. അതിന് ചില ക്രമീകരണങ്ങൾ വേണ്ടി വരും. കാരണം സാധാരണഗതി 3 മുതൽ 5 വരെ ആണ് ആളുകളെ പണ്ട് കയറ്റിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ 24 മണിക്കൂറും ആളുകൾ തിങ്ങിക്കയറി അവിടെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് മാധ്യമങ്ങളല്ല, മറ്റുള്ള ആളുകളാണ് വരുന്നത്. അതെന്ത് വേണമെന്നുള്ളത് തീരുമാനിക്കും. അല്ല, വിലക്കുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താന്ന് നോക്കാം. അവിടുത്തെ നിങ്ങൾക്കറിയാലോ, കുറെ ദിവസങ്ങളായി ഭയങ്കര തിക്കും തിരക്കുമല്ലേ. അതെന്താന്ന് നമുക്ക് നോക്കാം. അല്ല, അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ജില്ലാ തലങ്ങളിലാണ് ചെയ്യേണ്ടത്. നോക്കാം.